ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. നീലേശി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമുക്കൊരു കല്യാണമുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ച് അടുത്തായിട്ടുള്ള ഒരു മമ്മിയുടെ മോനായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മാമിയുടെ മക്കളും അമ്മയും ബാബയും പിന്നെ എൻ്റെ വല്യമ്മേരെ ഒരു മോളും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആട്ടയിലാണ് പോയത്. നമ്മളാണെങ്കിൽ പോണവർക്ക് വയലിൽ നോക്കിയപ്പം നമ്മുടെ ചീരിയൊക്കെ നന്നായിട്ട് പൊടിച്ച് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഓഡിറ്റോറിയം വരുന്നത്. മറ്റേ വീഡിയോകളൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എൻ്റെ വീട് വയലിൻ്റെ നടുക്കാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നമ്മുടെ വയലിൽ കൂടെ ഒരു ഇടവഴിയുണ്ട്. അത് അവിടെ കൂടെ പോയാൽ പെട്ടെന്ന് എത്തും ഗൈസ്. പക്ഷെ നട്ടുച്ചയും പെട്ട സമയമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ആട്ട വിളിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും നടന്നേ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ താഴെ ഒരു ചെറുതായിട്ടൊരു ചാനലൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇപ്പം ഒരുപാട് മീനും കുഞ്ഞു കുഞ്ഞു മീനും അത്യാവശ്യം വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മാമന്മാർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ഓട്ടോയിൽ പോയി നമ്മുടെ നീലേശി അമ്പലം എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചകല മുകളിലായിട്ടാണ് ഓഡിറ്റോറിയം വന്നത്. ഈ നീലേശി അമ്പലത്തിൽ 2 ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഒരു കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചെറിയ മണ്ഡപമാണ്. അതിന് മുകളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അവർ വലുതായിട്ട് പൈസയൊക്കെ ചിലവാക്കി അവർ ഉണ്ടാക്കിയത്. രണ്ടും ഇവരുടെ തന്നെ ഓഡിറ്റോറിയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ ഓഡിറ്റോറിയം വെച്ചായിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് കെട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അകത്ത് കയറിയപ്പോൾ താഴെ ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി നിന്നപ്പോൾ അത്യാവശ്യം നമുക്ക് കല്യാണമൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നീലേശി അമ്മയുടെ ആ നടയിൽ അതും പിന്നെ ഒരു ആൽമരവും കൂടെ ഉണ്ടല്ലോ അവിടെ. ആ 2 പിക്ചറും അവിടെ മണ്ഡപത്തിൽ അവർ വരച്ച് വെച്ചിട്ടുണ്ട്, പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാം. എനിക്ക് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കസാരിച്ച് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നിന്നും കല്യാണമൊക്കെ നമ്മളവിടെ എത്തി കുറച്ച് നേരം അവിടെ നിന്ന് മുകളിൽ കയറി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത്യാവശ്യം അങ്ങനെ തെളിയുന്നില്ലെന്നേ ഉള്ളൂ. കല്യാണമൊക്കെ കണ്ടോ. നമ്മുടെ ഒരുപാട് വീടിൻ്റെ അടുത്തുള്ള മാമിയുടെ കല്യാണമായാലും നമ്മൾ അടുത്തുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു. പിന്നെ അവിടുത്തൊക്കെ സംസാരിച്ചു. എൻ്റെ ട്യൂഷൻ ചേച്ചിമാരെയൊക്കെ കണ്ടു. അവിടുത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച് നേരെ നമ്മൾ ഫുഡ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോ എടുത്ത് പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പയ്യൻ്റെ വീട്ടുകാരെയാണ് നമുക്കറിയാമെന്നുള്ളത്. പയ്യൻ്റെ വീട്ടുകാർ ഫുള്ള് ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ സാരിയായിരുന്നു ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചേച്ചി മാത്രം പർപ്പിൾ കളറിൽ ഒരു പാവാട ഉടുപ്പ് ഷോളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊടുത്ത വലിയ പൂജകളും ചടങ്ങുകളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. പയ്യൻ്റെ അച്ഛൻ തലിമാല എടുത്ത് കൊടുക്കും. പയ്യൻ വിളക്കിൻ്റെ മുമ്പിൽ ബാക്കിയുള്ള നിൽക്കുന്ന എല്ലാവരും മുമ്പിൽ നീട്ടി പിടിച്ച് കാണിച്ചതിന് ശേഷം പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? സാധാരണ എല്ലാവരും ഫുഡ് കഴിക്കാനല്ലേ? നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും പോകുന്നുണ്ടോ പെട്ടെന്ന് നടന്ന് താഴെ പോയിട്ടും ഓടിപ്പോയി വാരി നിന്ന് ഗൈസ്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് കഥ ഓർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇടിച്ച് തള്ളി എങ്ങനെയൊക്കെയോ നമ്മുടെ ഫസ്റ്റ് പന്തിക്ക് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പന്തി നമുക്ക് കിട്ടിയാൽ നടന്നു പോകാൻ പറ്റത്തുള്ളൂ, മുട്ട വെയിലല്ലേ. നമ്മൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ നമ്മൾ നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് വാഴയില, പപ്പടം, പഴം, പെരി, കാരത്തത്, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, കിച്ചടി, തോരൻ, ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ഞാൻ ആയിക്കോണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് വന്ന് വെള്ളം. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
നമുക്ക് ചോറും പരിപ്പും സാമ്പാറും പുളിശ്ശേരിയും രസവും മുരും അങ്ങനെയൊക്കെ ഓരോ വഴിയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത്ര രുചിയൊന്നും കാണത്തില്ല, പക്ഷെ ചില കല്യാണത്തിന് പോകുമ്പോൾ നല്ല രുചി ഉണ്ടായിരിക്കും അല്ലേ. സദ്യയൊക്കെ ഈ കല്യാണത്തിന് പോകുമ്പോൾ നല്ല അടിപൊളി നല്ല രുചി ഉണ്ടായിരുന്ന സദ്യയായിരുന്നു. ഞാൻ കുറേ ചോറും പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ ചോറൊന്നും കഴിച്ചില്ല, പകരം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരുന്ന പപ്പടവും തന്നെ അടപ്പായസവും പാൽപ്പായസവും അവൻ കുറച്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മതി അവന് വയററിയാൻ. പപ്പടമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. എനിക്കും അത്ര ഇഷ്ടമൊക്കെ തന്നെയാണ്. എൻ്റെ വല്യമ്മേൻ്റെ മുളക്ക് അത് ഇഷ്ടേ അല്ല, കണ്ണുണ്ട് അവൾക്ക് ഉറപ്പാണ്. പപ്പടവും പായസമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പഴം ഞാൻ ഇപ്പോൾ കഴിക്കത്തില്ല കേട്ടോ. പഴം ഞാൻ ലാസ്റ്റ് ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ പപ്പടം പൊടിച്ചാണ് പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നുള്ളത്. ബോളിയും പായസം വന്നു, പൂന്തി വന്നു, അടുത്ത് ചോറ് വന്നു, പുളിശ്ശേരി വന്നു, അങ്ങനെ ഓരോന്നായിട്ട് വന്ന് നമ്മളെല്ലാം കഴിച്ച് കൈയൊക്കെ കഴുകി. കുറച്ച് നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മുടെ നേരെ മണ്ഡപത്തിൽ പോയിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ മുകളിൽ എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ഇനി നമ്മൾ നടന്നു പോകുമ്പോൾ ഭയങ്കര ചൂടല്ലേ, വെയിലൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് നേരെ പെട്ടെന്ന് പൈസയൊക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് പെട്ടെന്ന് നടന്ന് പോകണം. അങ്ങനെ നമ്മളത് അമ്മയൊക്കെ ആണെങ്കിൽ നടന്ന് പോവുകയാണ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നിൽക്കുന്ന എൻ്റെ ട്യൂഷൻ ചേച്ചിയാണ് കേട്ടോ. എന്നെ പഠിപ്പിക്കുന്ന കീർത്തന എന്നാണ് പേര്. ഒരു തിരുവല്ലത്തെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. നന്നായിട്ടൊക്കെ എന്നെ പഠിപ്പിക്കും. അങ്ങനെ ആ ചേച്ചിയെടുത്ത് ശരിയൊക്കെ പഠിപ്പിച്ച് എൻ്റെ വെച്ചിട്ട് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വയലിൽ കൂടെ നടന്ന് പോകണം. സത്യം പറഞ്ഞാൽ ഈ വയലിൽ കൂടെ പോകുമ്പം വെയിലടിക്കും, പക്ഷെ നടക്കാൻ സുഖമുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ വെയിലടിക്കും, പക്ഷെ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും. ഭയങ്കര ചൂടല്ലേ. വയലിൽ കൂടെ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കും. അപ്പോൾ ഈ വെയിൽ ഉച്ചയിലടിച്ചാൽ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നല്ല സുഖമാണ് അവിടെ കൂടെ നടക്കാനാണ്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാൻ നേരത്തായപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല വലിയ ഗണപതിയുടെ ശില്പമൊക്കെ വെച്ച് അതിൽ ഹാരമൊക്കെ ഇട്ട് കുറേ റോസാപ്പൂവൊക്കെ ചെറിയ വെച്ച് കുറച്ച് വെള്ളമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗണപതിൻ്റെയൊക്കെ ഒരുപാട് ഷോർട്സിന് ഫിൽറ്ററൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ നമുക്കറിയാമെന്നുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരടുത്ത് കുറച്ചും കൂടെ വീണ്ടും സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഞാനിട്ടിരിക്കുന്ന ആ ഒരു കുർത്ത, ഒരു ബ്ലാക്കും വൈറ്റും കളർ കുർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബനിയൻ മെറ്റീരിയലാണ്, പക്ഷെ ചൂടെടുക്കത്തില്ല കേട്ടോ. അമ്മയ്ക്കൊക്കെ വെയിലടിച്ചിട്ട് തലയിൽ തുണിയൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണ്. എനിക്ക് ചൂടെടുക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല. തുണിയിട്ടാൽ നമുക്ക് ചൂടെടുക്കത്തില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ എനിക്ക് ലിങ്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും. വളരെ റേറ്റ് കുറവാണ്. ഈ ഒരു നമ്മളിതാ നടന്ന് വയലിൽ കൂടെ പോകാനുള്ള വഴി എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ചുവപ്പ് കളർ നല്ല ചീരയായിരുന്നു. ചിലപ്പോൾ കണ്ട വിചാരിക്കുന്നതാണ് ഫിൽറ്റർ ഇട്ട് എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫിൽറ്റർ ഇട്ട് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അല്ല, ഈ ചീരയുടെ ഭംഗിയാണ്. അതുപോലെ തന്നെ വെയിലടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്ലിങ്ക് തിളങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വയലിൽ കൂടെ നടന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചപ്പിൻ്റെ കൂടെ നടക്കാനും ചെറിയൊരു വെയിലും നല്ല തണുത്ത കാറ്റും ആകാശം നല്ല നീല കളറും അതിൻ്റെ കൂടെ ലൈറ്റ് വെള്ളയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറും തണുപ്പിൽ പച്ചപ്പിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കണ്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഊർന്നതും എല്ലാം കണ്ട് കൊത്താൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ചും കണ്ട് പോകണം. ബാക്കിയെല്ലാം സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ഊർന്നത് വരും എന്നുള്ള പേടി മാറ്റിയാൽ നല്ല സുഖമാണ് വയലിൽ കൊണ്ട് നടക്കാൻ.
ഇവിടെ നിന്ന് കണ്ട അങ്ങ് അക്കരെ കാണുന്നത് ഈ വഴി നമുക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റും, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ എനിക്ക് നമ്മുടെ ഈ പരിസരത്ത് ഈ വയൽ പരിസരത്തും 3 ക്ഷേത്രമാണുള്ളത്. നമ്മൾ അക്കരെ 2 ക്ഷേത്രം, പിന്നെ നീലേശ്വരമായിട്ടാണ് 3 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ ഉത്സവം തുടങ്ങി കേട്ടോ. നാളെയാണ് ഉത്സവം തുടങ്ങുന്നത്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വയലിലോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉത്സവം ഉള്ള അമ്പലമല്ല, രണ്ടാമതൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മറ്റേ അമ്പലത്തിലാണെങ്കിൽ അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അത് ഈ കായലും അമ്പലക്കുളവും കൂടെ ചേർന്നതാണ്. അവിടെ നിന്ന് നമ്മൾ കാലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ നടന്ന് വന്ന് ഒരു വീട്ടിൽ നമ്മൾ ലൗലോലിക്ക ഉണ്ടായിരുന്നു. ലൗലോലിക്കയില ഒരു മധുരമുള്ള ഒരു ലൗലോലിക്കയുടെ വേറൊരു ഇനം ഉണ്ടല്ലോ നല്ല മധുരമുള്ള, അതൊക്കെ പറിച്ച് അവർക്ക് ചോദിച്ചിട്ട് അതൊക്കെ പറിച്ച് നമ്മൾ കഴിച്ച് നേരെ നടന്ന് പോവുകയാണ്. എൻ്റെ അനിയനും ആ ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഈ നല്ല മധുരമുള്ളതുകൊണ്ട് ഈ കുഞ്ഞായപ്പോൾ തന്നെ പഴുത്തതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ വീടിൻ്റെ കുറച്ച് താഴെയായിട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നേരെ പോയിട്ടുണ്ട് വയൽ. ഇപ്പോൾ ഒരു കുഞ്ഞ് വയൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മുത്തുമണീസ്.